ഇത് ഇങ്ങനെ മുത്തശ്ശന്മാർക്കും മുത്തശ്ശിമാർക്കും ഒക്കെ കുറച്ച് കഴിഞ്ഞാലേ ചിലപ്പോൾ ഒരു വടി വേണ്ടി വരും നടക്കാനൊക്കെ. അങ്ങനെ നമ്മളിങ്ങനെ വിചാരിക്കണം എന്ത് ചെയ്യും, നമ്മുടെ കാലൊന്നും നിലത്തുറക്കില്ല, വീഴാൻ പോവും. അപ്പം അങ്ങനെ വടിയൊക്കെ ഇങ്ങനെ ഉപയോഗിക്കും. ഇപ്പൊക്കെ എല്ലാവരും പുതിയ പുതിയ ഇങ്ങനെ ഹോൾഡിങ് ടൈപ്പ് ചെറുതാക്കണ അങ്ങനത്തെ വടികളൊക്കെ അല്ലേ ഉപയോഗിക്കുക, യാത്ര ചെയ്യുമ്പോൾ കൊണ്ടുപോകാൻ എളുപ്പത്തിന് അങ്ങനെയൊക്കെ അല്ലേ. സാധാരണ നാട്ടുമ്പുറങ്ങളിലൊക്കെ ആൾക്കാരെന്താ ചെയ്യണമെന്ന് വെച്ചാൽ അങ്ങനെ അവൻ അധികം വെക്കാനൊന്നും ഇല്ലാത്ത അങ്ങനെ ഒരു പിടിയൊക്കെ ഉള്ള വല്ല വടിയും കിട്ടിയാൽ സാധാരണക്കാരെ അവരങ്ങനത്തെ വടി എടുത്തിട്ട് അവർ വീട്ടിൽ വയ്ക്കും, അവർക്ക് പുറത്തിറങ്ങാൻ ഉപയോഗിക്കാനൊക്കെ. അപ്പം മുത്തശ്ശൻ എന്താ ചെയ്യണം, മുത്തശ്ശൻ ഇങ്ങനെ ഇതിനോട് ചെറിയൊരു താല്പര്യമുണ്ട്. ഇങ്ങനെ വടി, അങ്ങനത്തെ വടികൾ പല വിഷയത്തിലും താല്പര്യമുണ്ട്. അപ്പം ഇങ്ങനത്തെ വടികളൊക്കെ കണ്ട ഇങ്ങനെ സൂക്ഷിച്ച് വെക്കും. അപ്പം എന്താ വെച്ചാൽ പല ആകൃതിയിലുള്ളത് കിട്ടും. നമ്മൾ ഉണ്ടാക്കണതല്ല ഇതൊക്കെ. കണ്ടോ, ഇതൊക്കെ പ്രകൃതിയിലുള്ളത്. ഇതിൻ്റെ ഇപ്പം നമുക്ക് നോക്കിയാൽ ഇതിനിപ്പോൾ എന്തിൻ്റെ ആകൃതി തോന്നുന്നുണ്ടോ? എന്തിൻ്റെ ആകൃതിയാ തോന്നുന്നത്? ഇതിൻ്റെ ഈ മുഖത്ത് അങ്ങനെ കണ്ടോ, അങ്ങനെ ഒട്ടകത്തിൻ്റെ ഒരു മുഖം പോലെ തോന്നും. എങ്ങോട്ട് നോക്കിയൊക്കെ ഒന്നും കൂടി നോക്കാം. ഇപ്പൊ തോന്നണില്ലേ? ഒട്ടക തോന്നണില്ലേ ഇവിടെ? അങ്ങനെ ഇതങ്ങനെ തോന്നും. ഇനി അതുപോലെ കണ്ടില്ലേ, ഇത് കണ്ട്, ഇത് ശരിക്കും എന്താ നോക്കിയൊക്കെ, ഇതൊന്നും നമ്മൾ ഉണ്ടാക്കിയതല്ല. നല്ല ഭംഗിയില്ലേ, കനമില്ല, കണ്ടോ? ഇല്ലേ? ഈ ഇതൊക്കെ കണ്ടോ, ഇങ്ങനെ കുറ്റി ഇങ്ങനെ വെച്ച് നടക്കാൻ, അങ്ങനെ ഒന്ന് അതൊന്ന് അങ്ങനെ. ഇത് വേറൊരാകൃതി, ചിലത് ഇതുണ്ടോ, ഇത് വേറൊരാകൃതി ഒക്കെ കണ്ടോ. ഇതിനൊക്കെ ഒരേ മുഖങ്ങളുണ്ടാവും ശരിക്ക്, കണ്ടോ? സൂക്ഷിച്ച് നോക്കിയാൽ ഓരോ ജന്തുക്കളുടെയോ അല്ലെങ്കിൽ വേറെ ഏതിൻ്റെയൊക്കെ ഒരു ആകൃതി ഇങ്ങനെ തോന്നാൻ തുടങ്ങും. പണി മുഴുവൻ കഴിഞ്ഞിട്ടില്ല. ഇതൊക്കെ നമുക്കുണ്ടോ ഇങ്ങനെ പിടിയായിട്ട് ഉപയോഗിക്കും. കണ്ടോ, ഇതൊക്കെ അങ്ങനെ പിടിയായിട്ട്. അങ്ങനെ ഓരോ വടിക്കും ഓരോ പ്രത്യേകത. ഇപ്പം ഇത് നോക്കിയൊക്കെ, ഈ ഒരു വടി കണ്ടില്ലേ, ഇതെന്താ തോന്നണം, കണ്ടോ? ഇതാണ്, ഇത് ഒരാളുടെ മക തോന്നിക്കണില്ലേ? ഇല്ലേ? അതൊക്കെ തന്നെ ഇങ്ങനെ പ്രകൃതിയിലുള്ളത് നമ്മൾ നോക്കിയെടുക്കുകയാണ്. കണ്ടോ, നമ്മൾ ഉണ്ടാക്കുമ്പോൾ അതിന് ഭംഗി, ഇതിലധികം ഭംഗിയൊക്കെ വേണം. പക്ഷെ ഇത് പ്രകൃതിയിലാവുമ്പോൾ അതിനൊരു വല്ലാത്തൊരു സൗന്ദര്യമുണ്ട്. കണ്ടോ, ആളുടെ മകമാണ്. അങ്ങനെ ഓരോ വടിക്കും ഒരേ പ്രത്യേകത. അങ്ങനെ ഇതിലൊന്നും ഒരുപോലെ ഉള്ള വടിയല്ല, ഒക്കെ വ്യത്യസ്തമായിട്ടുള്ള വടികളാണ്. അപ്പം അതിങ്ങനെ കണ്ടോ, ഇത് വേറൊരാകൃതി. ഇതുണ്ടല്ലേ, ഇത് നോക്കിയൊക്കെ, ഇതുണ്ടോ, ഇതൊന്ന് തൊട്ടൊക്കെ കണ്ടോ, വേറൊരാകൃതി. ഞാനിങ്ങനെ കിട്ടുന്നത് ഇങ്ങനെ കളക്ട് ചെയ്ത് വെക്കും. അതിൻ്റെ പണി കുറേ ദിവസം വേണം. ഇങ്ങനെ പിന്നെ വൃത്തിയാക്കി നന്നായി ഇങ്ങനെ പേപ്പറുകളും കത്തിയൊക്കെ വെച്ച് ഇങ്ങനെ ഇതിൻ്റെ കേടുവന്ന ഭാഗങ്ങളൊക്കെ കളഞ്ഞ്, ഇതിൻ്റെ തോലുകളൊക്കെ കളഞ്ഞ്, എന്നിട്ട് നമ്മൾ പേപ്പറൊക്കെ ഇട്ടിട്ട് വാർണിഷൊക്കെ ഇട്ട് വെച്ചാൽ ഇതൊരു ശേഖരമാണ്. വടികളിലൊരു ശേഖരിച്ച് വെക്കുക. കാരണം കളക്ഷൻ എന്നൊക്കെ പറയില്ലേ, നമ്മൾ ഓരോരുത്തരും ഓരോന്ന് കളക്ട് ചെയ്യും. നമ്മളിതിങ്ങനെ കുറേ വടികൾ, ഇങ്ങനത്തെ വ്യത്യസ്ത ആകൃതിയിലുള്ള വടികൾ ഇങ്ങനെ ശേഖരിച്ച് വെക്കുക. ഒരു രസത്തിന് വേണ്ടിയിട്ടും ആവാം, വേണമെങ്കിൽ ഉപയോഗിക്കുകയും ചെയ്യാം. അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ.